പേരെയും കൊണ്ട് ആ ഓഫീസിൽ പോയി അവിടെ ഇരുത്തിയിട്ട് MD-യുടെ മുമ്പിൽ ഇരുത്തിയിട്ട് കഥ പറഞ്ഞു കൊടുത്തു. 57 പേരെയും അടുത്തേക്ക് സ്വീകരിക്കാൻ പറഞ്ഞു. 57 പേർക്കും ഷാൾ ഇട്ട് കൊടുക്കുന്നു. നമ്മുടെ വേട്ടവർക്ക് ഷാൾ കിട്ടില്ല, മനുഷ്യാള് ഇല്ലേ? അത് 57 പേർക്ക് MD ഇട്ട് ഫോട്ടോ ഒരാളെ കൊണ്ട് എടുപ്പിച്ചിട്ടാണ് ഞാൻ വന്നത്. ഈ കഴിഞ്ഞ ഡിസംബർ ഇപ്പൊ പോയി നമ്മള് 12-ാം തീയതി അല്ലേ? ഡിസംബർ 12 അലിക്കൊക്കെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. മനസ്സിലായ? അത്രയും വളരെ കോപ്പറേറ്റീവ് ആണ് നമ്മുടെ MD എന്ന് പറയുന്നത്. അത്രയും സഹകരണമാണ്. സുഹൃത്തുക്കളെ ചുരുക്കി നിർത്താൻ വേണ്ടി പോവാം. നിങ്ങൾ ഓരോരുത്തരും ഈ ബയോഗ്രാറ്റിക് പ്രൊഡക്റ്റിന്റെ മാത്രം വിതരണക്കാരല്ല. നമ്മുടെ ലുലു മാളിന്റെ യൂസുഫ് അലി സാറിനെ പോലെ ഏകദേശം 3000-ലധികം പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. ഒരു 3000-ലധികം പ്രൊഡക്റ്റുള്ള വലിയൊരു ഹൈപ്പർ മാർക്കറ്റിന്റെ ഓണേഴ്സ് ആണ് നിങ്ങളുടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയണം. 3000 പ്രൊഡക്റ്റുള്ള ഒരു സൂപ്പർ മാർക്കറ്റിന്റെ ഓണേഴ്സ് ആണ് നിങ്ങൾ. എണ്ണിയാ തീരാത്ത പ്രൊഡക്റ്റ് വരിക അല്ലെ എൽപി സാറേ? അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇനി വരാൻ വേണ്ടത് എത്രയാണ്? കോടി ഒന്നുമല്ല കേട്ടോ ഇവിടെ. ഞാൻ പണ്ട് ഓഫീസിൽ ചെന്നപ്പോ എന്നോട് MD ചോദിച്ചു, മനോജിന്റെ ലക്ഷ്യം എത്ര കോടിയാ? ഞാനൊരു കൊത്തുവാളയത്ത് നിൽക്കുന്നത് നമുക്ക് ചെറിയ സ്വപ്നങ്ങളല്ലേ ഉള്ളൂ. ഈ കടയൊക്കെ വീട്ടി ചെറിയൊരു 5 സെന്റ് സ്ഥലം ഒരു വീടും മേടിക്കണം അല്ലേ? പിന്നെ കുറച്ച് പൈസ വേണം. ഞാൻ ഒരു 3 കോടി രൂപ കിട്ടിയാ ഞാൻ ഹാപ്പിയാ. അപ്പൊ അദ്ദേഹം പറഞ്ഞ എന്താ, എന്റെ മനോജ് നീ ബാറ്റ് വരെ നിർത്തിക്കോ, മിനിമം ഒരു 150 കോടി രൂപയൊക്കെ നിനക്ക് ഇതിലൂടെ അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അന്ന് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. എന്റെ പൊന്നു സുഹൃത്തെ, ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നു. അതൊക്കെ വളരെ സിമ്പിളാ അല്ലേ സുധീർ സാറേ? അത് എനിക്കല്ലട്ടാ, നിങ്ങൾക്ക് എല്ലാവർക്കും നേടിത്തരാനാണ് ഞങ്ങളുടെ ശ്രമം. നിങ്ങൾ തയ്യാറാവണം. അത് റെഡി? റെഡി അല്ലേ? എല്ലാ പ്രോഗ്രാമിലും മുമ്പിൽ ഉണ്ടാകണം, ഓരോ സിസ്റ്റത്തിന് മുമ്പിൽ നിൽക്കണം. കേരളത്തിൽ നമുക്ക് ആയിരക്കണക്കിന് കോടീശ്വരന്മാരെ സൃഷ്ടിക്കണം. അത്രയും പ്രൊഡക്റ്റുകൾ വരിക. തിരിച്ചറിഞ്ഞ പവർ മനസ്സിലായ? ഇവിടെ ലിമിറ്റ് ഇല്ല. നമ്മൾ സ്കൂളിൽ പരീക്ഷയ്ക്ക് പഠിച്ചിട്ടുണ്ടല്ലേ? ഓരോ ക്ലാസ്സിലും പരീക്ഷ മര്യാദക്കൊന്നും എഴുതിയിട്ടൊന്നുമില്ല, നയ്യോ എഴുതിയിലാവുമല്ലോ. അപ്പൊ ആ പരീക്ഷ ഹാളിൽ ചെന്നാൽ അവിടെ ഒരു ലിമിറ്റ് ഉണ്ട്. എത്ര മണിക്കൂറാ പരീക്ഷ? 2 മണിക്കൂർ. പരീക്ഷ ഇതുവരായില്ലേ? 2 മണിക്കൂർ. എത്ര മണിക്കൂറാ പരീക്ഷ? 10-ാം ക്ലാസ്സിലും 9-ാം ക്ലാസ്സിലൊക്കെ 2 മണിക്കൂർ പരീക്ഷ. അപ്പൊ കുറെ എന്തൊക്കെ ചോദ്യ പേപ്പറിന് എഴുതി വെക്കലല്ലേ? ഒന്നും അറിയാത്തവര് ചോദ്യ പേപ്പർ ഇങ്ങനെ എഴുതി വെച്ചോണ്ട് 2 മണിക്കൂർ പരീക്ഷ. അതിനൊരു ലിമിറ്റ് ഉണ്ട് അല്ലെ? നമ്മള് റോഡിലൂടെ കാർ ഓടിച്ചു പോവാ, ആ സ്പീഡിന് ഒരു ലിമിറ്റ് ഉണ്ടോ? ഉണ്ടെന്നില്ല. ലിമിറ്റ് കൂടിയ പ്രശ്നമാണ്. ലിമിറ്റ് ഉണ്ട്. നിങ്ങൾ ബാങ്കിൽ 1 കോടി രൂപ നിക്ഷേപിച്ചു, നാളെ രാവിലെ ഒരു കാർ എടുത്ത് പോയിട്ട് ഒരു ചെക്ക് ചെയ്തിട്ട് മാനേജറോട് എന്റെ 1 കോടി രൂപ കൊണ്ട് എടുക്ക്, നടക്കുവോ? പറ. അവിടെ ഒരു ലിമിറ്റ് ഉണ്ട്. പക്ഷേ നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും നിങ്ങൾക്ക് എത്ര രൂപ കൂടി നേടണമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിലും ഈ ഡയറക്റ്റ് സെല്ലിംഗിൽ എന്തില്ല? ലിമിറ്റ് ഉണ്ടോ? നിങ്ങൾക്ക് എത്ര കണ്ട് സ്വപ്നം കാണാൻ സാധിക്കുന്നു, എത്ര കണ്ട് നിങ്ങൾക്ക് ആഗ്രഹം നിങ്ങൾക്ക് വികസിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നു, അത്രയും നേടാൻ പറ്റിയ വലിയൊരു ഇൻഡസ്ട്രിയുടെ ഭാഗമാണ് നിങ്ങൾ തിരിച്ചറിയുക. ഇത് ഇന്ന് ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ചു കഴിഞ്ഞു. പഴയ കാലമല്ല ഇത്, മനസ്സിലായി? ഇനി ഇന്ത്യയിലെ കാലം ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ കാലമാണ്. ഇപ്പൊ 9,000 കോടി ടേൺ ഓവർ ഉള്ളെങ്കിൽ 2025 കൂടിയിട്ട് 65,000 കോടി ടേൺ ഓവർ നടക്കാൻ വേണ്ടി പോകുന്ന, ഇന്ത്യ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ വരുമാനം നൽകാൻ വേണ്ടി പോകുന്ന ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമാണ് നിങ്ങൾ ഓരോരുത്തരും, നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. നാളെ ചേർക്കുന്ന പരിപാടിയല്ലേ ഇത്? 2 ആൾ ചേർക്കുമ്പോൾ നാണക്കേടല്ലേ? ഇവൾ പറയില്ലേ മറ്റുള്ളവരോട് ചോദിക്കണ്ടേ, നിനക്കല്ലേ ഈ പണിക്ക് പോണം അല്ലേ? പറയാറില്ലേ? നിനക്കൊക്കെ നല്ല പൈസയൊക്കെ ഉണ്ടല്ലോ, ഭർത്താവിന് ജോലി ഉണ്ടല്ലോ, ഒരു കാശുകാരന്റെ മോളല്ലേ, നീ എന്തിനാ 2 ആൾ ചേർക്കുന്ന പണിക്ക് പോകുന്നത്? അത് അറിവില്ലായ്മ കൊണ്ടാണ്. ഇന്ന് സുധീർ സാർ ഇവിടെ കാണിച്ചു 13 യൂണിവേഴ്സിറ്റികളിൽ പാഠ്യ വിഷയമാണ് ഡയറക്റ്റ് സെല്ലിംഗ്. പണ്ട് വാട്ടർ സമ്പ്രദായം അറിയില്ലേ? പണ്ട് പഠിച്ചിട്ടുണ്ട്, ഇപ്പൊ ഓർമ്മയില്ല അല്ലെ? സാധനത്തിന് വരെ സാധനം കൊടുക്കല്. അത് മാറിയിട്ട് പിന്നെന്തായി? കാശ് കൊടുക്കുന്ന സിസ്റ്റം. അന്ന് വന്നാൽ ഇത് തെറ്റല്ലേ, ഇത് തട്ടിപ്പല്ലേ എന്ന് പറഞ്ഞ ആളുകൾ ഉണ്ടാവില്ലെന്നും. ശരിയല്ലേ? അതായത് ഓരോ സിസ്റ്റവും മാറി 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 വരും. അങ്ങനെ കലങ്ങി തെളിയാൻ വേണ്ടി പോവാണ്. ഇനി ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ കാലഘട്ടമാണ്. ഞാൻ നിർത്തുകയാണ്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഒരു ആവേശത്തോടു കൂടി, തുറന്ന മനസ്സോടു കൂടിയിട്ട് എനിക്ക് വിജയിക്കണം എന്നുള്ള ഒരു നല്ല തീരുമാനം എടുത്തുകൊണ്ട് വിജയിക്കണമെങ്കിൽ ഒറ്റക്ക് തീരുമാനിക്കണം. മനസ്സിലായ? എല്ലാവരും കൂടി ഞങ്ങളെ ആരെയും വിജയിപ്പിച്ച അനുഭവമൊന്നുമില്ല, എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ഒറ്റക്ക് തീരുമാനിക്കണം എനിക്ക് വിജയിക്കണം. ഞാൻ എങ്ങനെ തീരുമാനിച്ചു? ഞങ്ങൾ 5 പേരൊന്ന് സ്റ്റാർട്ട് ചെയ്തതില് ബാക്കി 4 പേര് ഇപ്പൊ പൊടി പോലും കാണാനില്ല. മനസ്സിലായ? എല്ലാവർക്കും അറിയാം അത്.
പക്ഷെ ഞാൻ വിജയിച്ചേ എനിക്ക് പറ്റുള്ളൂ എന്ന തീരുമാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ വാടക വീട്ടിൽ 22 വർഷമായിട്ട് കിടന്നു. എനിക്ക് ഒറ്റ ലക്ഷ്യമുണ്ടായിരുന്നത് ഏറ്റെടുത്തപ്പോ, ഒറ്റ വർഷം കൊണ്ട് ഒരു വീട് പണിയണം. മനസ്സിലായി? 1 കോടി രൂപ മിനിമം സമ്പാദിക്കണം എന്റെ മനസ്സിലൊരു ലക്ഷ്യം കുറിച്ചിട്ടു. എന്റെ പൊതു സുഹൃത്തുക്കളെ, 1 വർഷത്തേക്ക് 10 മാസം കഴിയുമ്പോൾ 1 കോടി രൂപ എനിക്ക് ഇതിലൂടെ അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. 2000 സ്ക്വയർ ഫീറ്റ് വീട് 2022 തിരുവോണത്തിന്റെ തലേദിവസം എന്റെ ഭാര്യയും കുട്ടികളെയും കൂട്ടിക്കൊണ്ടുപോയിട്ട് താമസിക്കാൻ വേണ്ടി ആത്മഹത്യ പറഞ്ഞതാണ്. പല ദിവസങ്ങളിൽ ആത്മഹത്യ എന്ന് പറഞ്ഞ മനസ്സിലായ അതിനെ സ്വന്തം വീട്ടിലേക്ക് താമസമാക്കി. ഇപ്പോ 2 വർഷം 24 മാസം കഴിഞ്ഞപ്പോ 2,04,00,000-ലധികം രൂപ എനിക്ക് ഈ സിസ്റ്റത്തിലൂടെ അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനിയാണ് തുടങ്ങാൻ വേണ്ടി പോകുന്നത്. ഇപ്പാണ് തുടങ്ങാൻ വേണ്ടി പോകുന്നത്. 36 4 പ്രൊഡക്റ്റ്, 36 4 പ്രൊഡക്റ്റ്. ഇനി 136 3000 പ്രൊഡക്റ്റ്, 136 3000 പ്രൊഡക്റ്റ്. അപ്പൊ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റില്ലേ? എല്ലാവരും ഫുൾ കോൺഫിഡൻസോടെ ഈ ഹാളിൽ നിന്ന് തീരുമാനിച്ചിറങ്ങിക്കോ. ആത്മാർത്ഥമായിട്ട് നിങ്ങൾ കൂടെ നിൽക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്രോബ്ലം, എത്ര കടവുള്ളവും പ്രശ്നമുള്ളവരൊക്കെ ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടാവും. ഒന്നിനും വിഷമിക്കേണ്ട, പരിഹാരമുണ്ട്. പക്ഷെ പണിയെടുക്കണം കേട്ടാ. ഈ ആവേശത്തോടെ വീട്ടിൽ പോയി എന്നാലും പണി നടക്കൂല. ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട് മിനിമം ഒരു 3 പേരെങ്കിലും ദിവസം കണ്ടിട്ട് ക്ലോസ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കും വിജയികളായി തീരാൻ വേണ്ടി സാധിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരെയും വിജയിപ്പിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ കൂടെ സൗത്ത് ഇന്ത്യൻ ടീം മൊത്തം ഉണ്ടാകുന്നു ഉറപ്പ് നൽകിക്കൊണ്ട് എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് എന്നെ ഇത്രയും നേരം ശ്രമിച്ചതിന് വ്യക്തിപരമായിട്ട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്.